സിബി, സോഷ്യലിസവും മതേതരത്വവും ഒക്കെ ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്നാണല്ലോ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ RSS നേതാക്കളും BJPയുടെ കേന്ദ്രമന്ത്രിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി എന്താണ് സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയ്ക്ക്, രാജ്യത്തിന് അത് ഏത് രീതിയിലാണ് ഭരണഘടന എഴുതി വച്ചിരിക്കുന്നതെന്ന് PDT ആചാരി വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മനു, ഈ ഭരണഘടന സോഷ്യലിസവും സെക്യുലറിസവും ഈ രണ്ട് പദങ്ങൾ മാറ്റണമെന്ന ആവശ്യം ബോധപൂർവം ഇപ്പോൾ RSSും BJPയും വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ആദ്യം ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയാണ് ആദ്യം ഈ ഒരു പരാമർശം നടത്തിയത്. പിന്നാലെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, അതോടൊപ്പം തന്നെ അത് ഒരു പടി കൂടി കിടന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അടക്കം ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും BJP നേതാക്കളെല്ലാം തന്നെയും ഇത്തരത്തിൽ ഈ രണ്ട് പദങ്ങൾ മാറ്റം, അത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് എഴുതി ചേർത്താത്ത രീതിയിലെല്ലാം തന്നെയും പരാമർശങ്ങളുമായി ഇപ്പോൾ വരികയും അത് സജീവ ചർച്ചയാക്കി RSS അത് ബോധപൂർവ്വം മാറ്റുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതിലും PDT ആചാര്യ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യലിസവും സെക്യുലറിസം എന്ന് പറയുന്നത് അത് BR അംബേദ്കർ എഴുതി ചേർത്ത ഈ ഭരണഘടനയിൽ അതിന് അന്തർലീനമായ ഒന്നാണ്. അത് ഈ അടിയന്തരാവസ്ഥ കാലത്താണ് കോൺഗ്രസ് അത് എഴുതി ചേർത്തത്, അല്ലെങ്കിൽ ആ കോൺഗ്രസിൻ്റെ സർക്കാർ ഇത് എഴുതി ചേർത്തത്, അതിന് സംശയമില്ല. പക്ഷേ ഈ ഭരണഘടനയുടെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും സോഷ്യലിസവും സെക്യുലറിസവും അതൊരു അന്തർലീനമായ ഒന്നാണ്. അതായത് ഒരു പൂവിന് ഒരു സുഗന്ധം എങ്ങനെയാണോ, ആ പൂവിൽ നിന്നും ആ സുഗന്ധം ഒരിക്കലും വേർതിരിച്ച് എടുക്കാനാവില്ല. അതുപോലെയാണ് സോഷ്യലിസവും സെക്യുലറിസവും ഈ ഭരണഘടനയ്ക്കുള്ളിലുള്ളത്. ഒരിക്കലും RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ഈ ഭരണഘടന വായിച്ചിട്ടുണ്ടാവില്ല. ഭരണഘടന വായിച്ചിട്ടുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം ഓരോ ആർട്ടിക്കിൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഒരു സിറ്റിസൺഷിപ്പ്, അതായത് ഒരു പൗരത്വം ഒരാൾക്ക് നൽകുന്നത് തന്നെ അത് പ്രത്യേകമായ മതവിഭാഗത്തിന് നോക്കിയല്ല പൗരത്വം നൽകുന്നത്. അല്ലെങ്കിൽ ഒരു പൗരത്വം നൽകുമ്പോൾ അയാൾ ഈ ഭരണഘടനയ്ക്ക് ശേഷം അത് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ എന്നതിനപ്പുറമായിട്ട് അദ്ദേഹം ഏതെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുസ്ലിം എന്നോ ഒരു മതം നോക്കിയല്ല ഒരു ഭരണഘടനയിൽ അല്ലെങ്കിൽ ഒരു പൗരത്വം തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതുകൂടാതെ മതസ്വാതന്ത്ര്യം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ മതസ്വാതന്ത്ര്യവും എല്ലാവർക്കും മതങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ ഭരണഘടനയിൽ പറയുന്നു. ഇതെല്ലാം തന്നെയും സെക്യുലറിസമാണ്. അതായത് ഓരോ ആർട്ടിക്കിൾ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം തന്നെയും സെക്യുലറിസവും സോഷ്യലിസവും കൂടിക്കലർന്ന അന്തർലീനമായ ഒന്നാണ് ഭരണഘടന എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങളും പരാമർശവും എല്ലാം തന്നെയും ഭരണഘടന വായിക്കാത്തവർ പറയുന്നതാണെന്നും അത് ബോധപൂർവമായ നീക്കമാണെന്നെല്ലാം തന്നെയും അദ്ദേഹം പറയുന്നു. ഒരിക്കലും ഒരു ഹിന്ദു മതരാഷ്ട്രം ആഗ്രഹിക്കുന്നവർക്ക് ഈ സോഷ്യലിസ്റ്റയും ആ മതത്തിലെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്.